الحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الحياة الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി കഴിയും വിധത്തിൽ ആ കൽപ്പനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. സത്യത്തിൻ്റെ പക്ഷത്ത് ഏതു സമയത്തും നമ്മൾ നിൽക്കണമെന്ന്, എന്ത് ലാഭങ്ങളും സന്തോഷങ്ങളും നേട്ടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എങ്ങനെയായാലും ശരിയുടെ പക്ഷത്ത് നിന്ന് മാറിപ്പോകരുതെന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്. ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല സമ്മർദ്ദങ്ങളും ഉൾപ്രേരണകളുമെല്ലാം ശരിയുടെ പിന്നാലെ പോകാതിരിക്കാൻ നമ്മളെ പിടികൂടും. അവിടെയാണ് ജീവിതത്തിൽ പരാജയപ്പെടാതെ ശക്തമായി പിടിച്ചു നിൽക്കാനുള്ള ബാധ്യത നിർവഹിക്കേണ്ടത്. ജീവിതത്തിൽ എല്ലാവരും സുഖവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. നമുക്ക് കിട്ടിയ സുഖം ആർക്കും പോരാ. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്, ഒരു താഴ്വര നിറയെ സ്വർണം കിട്ടിയ മനുഷ്യനും രണ്ടാമത്തെ ഒരു താഴ്വര കൂടി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവനാണ് അവന്റെ പ്രകൃതം അങ്ങനെയാണെന്ന് നബി പഠിപ്പിച്ചത്. വളരെ വളരെ ശരിയാണ്. നമ്മളാരോടും നമുക്കാരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ മനസ്സ് അങ്ങനെയാണ്. പണ്ടത്തെ കാലത്തെ ജീവിതത്തിനേക്കാളും എത്രയോ സുഖവും സമൃദ്ധിയും സൗകര്യങ്ങളും ഒക്കെ നമുക്ക് സമൂഹത്തിലും നമുക്ക് വ്യക്തിപരമായും കുടുംബത്തിലും കിട്ടിയാലും ഇതിനേക്കാളും കൂടുതൽ കിട്ടണമെന്നാണ്, സൗകര്യങ്ങളാവണമെന്നാണ് മനുഷ്യന്റെ ആഗ്രഹം. ആഗ്രഹങ്ങൾക്ക് തെറ്റില്ല. പക്ഷേ തെറ്റായ മാർഗത്തിൽ കൂടി ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് നമ്മൾ വേണ്ടത്.
എന്തും നമുക്ക് ആഗ്രഹിക്കാം, എത്ര സുഖവും ആർഭാടവും നമുക്ക് കൊതിക്കാം. പക്ഷെ തെറ്റായ മാർഗത്തിൽ കൂടി അതിലേക്ക് എത്താനുള്ള ശ്രമം നടത്താതിരിക്കുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കടം വാങ്ങുക എന്നത്. കടം വാങ്ങാതിരിക്കാൻ പലപ്പോഴും മനുഷ്യന് കഴിയില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ കടം വാങ്ങേണ്ടി വരും, നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അതൊരു ബാധ്യതയാണ്. ആർക്കാണ് എപ്പോഴാണ് കടം വാങ്ങേണ്ടി വരിക എന്ന് അറിയാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. പക്ഷെ ഈ കടം വാങ്ങുക എന്ന ഒരു പ്രവണതയിൽ കൂടി ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്. 1000 ഉറുപ്പിക കൊണ്ട് തീരാവുന്ന ഒരു കാര്യം 1000 കോടി കടം വാങ്ങിയാൽ കുറച്ചും കൂടി നന്നാക്കി തീർക്കാമല്ലോ എന്ന ചിന്ത അപകടമാണ്. ആവശ്യങ്ങൾ നിവർത്തിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ആർഭാടങ്ങളും കൂടി ആവണം. അതിന് കയ്യിലില്ലെങ്കിൽ അത് കടം വാങ്ങി ആവശ്യത്തിന് പുറമെ ആർഭാടവും കൂടി ആവണം. അതിനൊരുപാട് ന്യായങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഉണ്ടാവാം. ഇന്നത്തെ കാലത്ത് എല്ലാവരും എല്ലായിടത്തും എന്നൊക്കെ നമ്മുടെ ന്യായങ്ങളാണ്. അങ്ങനെ ഒരു ആർഭാടത്തിലെത്താൻ കയ്യിലുള്ളത് പോരെങ്കിൽ കടം വാങ്ങുക എന്നത് ഒരു പേടിയില്ലാത്ത കാര്യമായി മാറിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖനാഅത്ത് എന്നൊരു വലിയ സ്വഭാവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ്. അത് വളരെയധികം അറിവുള്ളവരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിനേക്കാളും പടച്ചോൻ തരാത്തത് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ അതിനുള്ള വഴി അന്വേഷിക്കുകയാണ്. അത് കളവാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കൊള്ളയാണെങ്കിലും കൈക്കൂലിയായിട്ടാണെങ്കിലും അതല്ലെങ്കിലോ ഹലാലായ മാർഗത്തിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും നിവർത്തിക്കണം എന്ന ഒരു ചിന്ത 2 വട്ടം ആലോചിച്ചിട്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ. പലപ്പോഴും ആർഭാടങ്ങൾ അവസാനം കടം വാങ്ങി അത് കൊടുക്കാമെന്ന പ്ലാനോടുകൂടി വാങ്ങി അവസാനം കടം കഴുത്തിൽ കുടുങ്ങി വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ വളരെയധികം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണ്. കഴുത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ തുടർന്ന് പലപ്പോഴും കളവ് പറയേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് മാറിക്കളിക്കേണ്ടി വരും, ബാധ്യത ലംഘിക്കേണ്ടി വരും. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം അതിന്റെ കടിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ലാതെയായി മാറും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ നമസ്കരിച്ചിരിക്കുകയാണ് മുറ്റത്ത്, പള്ളിയുടെ മുറ്റത്ത്. നബി അന്ന് നിസ്കരിച്ചിരുന്ന പള്ളി പറഞ്ഞാൽ ഇന്നത്തെ റൗള ഷരീഫ്, മദീന പള്ളി കണ്ടവർക്ക് അറിയാം. റൗള ഷരീഫിലാണ് നബി നിസ്കരിച്ചത്. അതിന്റെ തൊട്ടു മുമ്പ് ഒരു ഓപ്പൺ മിനാരമുള്ള, അതായത് അടയുകയും തുറക്കുകയും ചെയ്യുന്ന മിനാരമുള്ളൊരു വെയിലും കൊള്ളുന്ന ഒരു സ്ഥലം, അവിടെയാണ് ജനാസ വെച്ചിരുന്നത്. അന്ന് ജനാസ കൊണ്ടുവന്നാൽ അവിടെ വന്ന് നിസ്കരിച്ച് പിന്നെ അങ്ങോട്ട് പള്ളിയുടെ ഒരു ഭാഗം തന്നെയാണ്, പള്ളിയുടെ പിൻഭാഗം നഷ്ടം. ഈ ജനാസ വെക്കേണ്ട സ്ഥലത്ത് നബിയും സഹാബിമാരും കൂടി ഇങ്ങനെ ഇരുന്ന് പള്ളി നമസ്കാര ശേഷം സാധാരണ ഇരിക്കാറുള്ള ഇരുത്തത്തിൽ ഇരുന്ന് റസൂൽ ഇങ്ങനെ മുകളിലേക്ക് കുറെ തുറിച്ചു നോക്കി ആകാശത്തേക്ക്, പിന്നെ കുറെ താഴത്തേക്ക് നോക്കി, പിന്നെ കുറെ മുകളിലേക്ക് തുറിച്ചു നോക്കി, പിന്നീട് കുറെ താഴത്തേക്ക് നോക്കി. ഇമാം തുർമുദിയും അഹ്മദൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തിലുണ്ട്. നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മുകളിലേക്കും താഴേക്കും നോക്കിയിട്ട് അവസാനം 2 കയ്യിലും തല വെച്ച്, നമ്മളുണ്ടല്ലോ ആകെ കൂടി അസഹ്യമായ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ കയ്യില് തലയിൽ വെച്ച് നബി തലം താഴ്ത്തി കുറെ നേരം ഇരുന്നു. സഹാബിമാർ കരുതി എന്തെങ്കിലും പറയും, കാരണം വഹി കിട്ടിയിട്ട് എന്തെങ്കിലും പുതിയത് കിട്ടിയാൽ അപ്പൊ നബി അത് ജനങ്ങളോട് പറയും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും പറയും. പക്ഷെ ആ ഇരുത്തത്തില്, ആ സിറ്റിങ്ങില് റസൂലൊന്നും വേണ്ടിയില്ല. എന്താണ് പ്രശ്നം? നബി വളരെ വിഷമിച്ചതായി കണ്ടു ചെയ്തു. അന്ന് ആ പകൽ സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു പോയി. രാത്രി മറ്റു ജമാഅത്ത് നമസ്കാരത്തിന് ഹാജരായപ്പോ വീണ്ടും നബിയുടെ കൂടെ കൂടി. രാത്രി നബി ഒന്നും പറഞ്ഞില്ല. ശരി, പറയുമായിരിക്കാം, സമയമായിട്ടില്ല എന്ന് തോന്നി അവര് പിരിഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ സഹാബിമാർക്ക് ഇതൊരു അസ്വസ്ഥമായി.
പലർക്കും വല്ലാത്തൊരു എന്താണെങ്കിലും ആ പ്രശ്നം. നബിയെ ബാധിക്കുന്ന വ്യക്തിപരമായ പ്രയാസങ്ങളുണ്ടോ, അല്ല ഞങ്ങളോട് പറയാൻ മടിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ സാധ്യതയില്ല. അള്ളാഹ് പറഞ്ഞതാണെങ്കിൽ മനുഷ്യരോട് നബി പറയാതിരിക്കില്ല. അവസാനം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ആ തലയിൽ താഴ്ത്തി വെച്ചിട്ട് നബി ഇത്രയും കൂടി പറഞ്ഞു. അതാണ് അവർക്ക് സംശയം ഉണ്ടായത്. നബി പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മാദാ നസല മിന തസ്ദീദ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മാദാ നസല മിന തസ്ദീദ്. എന്തൊരു ഗൗരവമായ കാര്യമാണ് ഇറങ്ങിയത്. അപ്പൊ അവർക്ക് ഉറപ്പായി ഇത് വഹിയാണ്, വല്ലാത്ത ഗൗരവമാണ്. പക്ഷെ എന്താ നബിയെ മിണ്ടാത്തത്? അവരാ ഭാരവുമായിട്ട് ഒരു ആകാംക്ഷയുമായി പോയി. രാത്രി ഒന്നും കിട്ടിയില്ല. പിറ്റേന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് മാദാ നസല മിന തസ്ദീദ് യാ റസൂലല്ലാഹ്? റസൂലേ, എന്താണ് ഇത്ര വലിയൊരു ഗൗരവമുള്ള കാര്യം ഇറങ്ങിയത്, എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയാതിരുന്നത്? അപ്പോൾ നബി പറഞ്ഞു, നബി പഠിപ്പിച്ചു കൊടുക്കേണ്ട രീതി അങ്ങനെ. ചിലത് ആകാംക്ഷയുണ്ടാക്കി ആകാംക്ഷയുടെ ആ മൂർധന്യ ദശയിൽ സഹാബിമാരെ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് പറയും നട പറഞ്ഞു. അവർ പഠനത്തിന്റെ ഭാഗമാണ്, അധ്യാപനത്തിന്റെ ഭാഗമാണ്. നബി പറഞ്ഞു ഫിദ്ദൈൻ, കടത്തിന്റെ കാര്യത്തിലാണ്, കടം വാങ്ങുന്ന കാര്യത്തിലാണ് ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞത്. എന്നിട്ട് നബി പറയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ് സുമ്മ ആശ സുമ്മ ഖുതില ഫീ സബീലില്ലാഹ് സുമ്മ ആശ സുമ്മ ഖുതില ഫീ സബീലില്ലാഹ് സുമ്മ ആശ വഅലൈഹി ദൈനുൻ മാ ഉദ്ഖിലൽ ജന്ന ഹത്താ യുഖ്ലാ മിൻഹു എന്നാണ് നബി പറഞ്ഞത്. അള്ളാഹുവിനെ തന്നെയാണ്, മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരിച്ചു, വീണ്ടും അദ്ദേഹം ജനിച്ചു. ഒരു സങ്കല്പം പറയാം, വീണ്ടും അദ്ദേഹം ജീവിച്ചു, വീണ്ടും ഷഹീദായി മരിച്ചു, വീണ്ടും അദ്ദേഹം ജീവിച്ചു, വീണ്ടും ഷഹീദായി മരിച്ചു, വീണ്ടും ജീവിച്ചു. എന്നാൽ പോലും, അതായത് ഒരു മനുഷ്യന് 3 വട്ടം രക്തസാക്ഷിയാവുക എന്നുള്ളത് അസംഭവ്യമാണ്. ഇനി അങ്ങനെ സംഭവിച്ചാൽ പോലും അത്ര 3 പ്രാവശ്യം രക്തസാക്ഷിയായി മരിക്കാനുള്ള മഹാഭാഗ്യം, സ്വർഗത്തിന്റെ മഹാഭാഗ്യം ഉള്ള ആള് പോലും അദ്ദേഹം ജീവിച്ചിട്ട് വഅലൈഹി ദൈനുൻ മാ അദ്ഖലൽ ജന്ന ഹത്താ യുഖ്ലാ അൻഹു, അദ്ദേഹത്തിന്റെ പേരിൽ മരിക്കുമ്പോൾ കടമുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്തിൽ കടക്കൂല, ആരെങ്കിലും ഒന്ന് വീട്ടണം. അതാണ് നബി പറഞ്ഞ തസ്ദീദ്, ഗൗരവതരമായ കാര്യം. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു ജനാസ കൊണ്ടുപോയി വെക്കുന്നു നബിയുടെ അടുക്കൽ. നബി പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും കടമുണ്ടോ? ഇസ്ലാമിന്റെ ആദ്യകാലത്താണ്, മദീനയിലെ ആദ്യകാലത്താണ്, ദാരിദ്ര്യമാണ്. അവനവന്റെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ദരിദ്രാവസ്ഥയിൽ മുഹാജിറുകളും അൻസാറുകളും ജീവിക്കുന്ന ഒരു കാലം, ഒന്നും ആർക്കും കൊടുക്കാനില്ലാത്ത ദാരിദ്ര്യകാലം. എന്നാലും ആ ദാരിദ്ര്യകാലത്ത് മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ നബി ചോദിക്കും, കടമുണ്ടോ? കടമുണ്ട്. എന്താ സല്ലു അലാ സാഹിബിക്കും, ഞാൻ പോകണം, നിങ്ങൾ നിസ്കരിച്ചോളൂ. നബി അവരോട് നിസ്കരിക്കാൻ പറഞ്ഞു, സഹാബിമാരോട്. പക്ഷെ ഞാൻ നിസ്കരിക്കണില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ. നബി എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോ ഖതാദത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് പറയുന്നുണ്ട്, നബി ഞാൻ ഏറ്റെടുത്തു ആ കടം, ഇതെന്റെ സ്നേഹിതനാണ്. നബി പറഞ്ഞു, ഏറ്റെടുത്തു, ശരി, ഞാൻ നിസ്കരിച്ചോളാം. സഹോദരങ്ങൾ, ഇതാണ് കടത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു സഹാബിയാണ് സൗബാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു, മൻ ഫാറഖ റൂഹു അൽ ജസദ വഹുവ ബരീഉൻ മിൻ സലാസിൻ ദഖലൽ ജന്ന. ഒരാളുടെ ആത്മാവ് ശരീരവുമായി വേർപെട്ട് പോകുമ്പോൾ, അതായത് മരിച്ചു പോകുമ്പോൾ, വഹുവ ബരീഉൻ മിൻ സലാസിൻ, 3 കാര്യത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലേ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നുപോയുള്ളൂ. എന്നിട്ട് ആ 3 കാര്യം നബി എന്താ പറഞ്ഞത്? ആ 3 കാര്യം, 1 അൽ കിബർ, അഹങ്കാരം, അതിൽ നിന്ന് രക്ഷപ്പെടണം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ഇട്ട് ജീവിക്കലാണോ നബി?
നല്ല ചെരുപ്പിടലാണോ നബിയെ? നല്ല വാഹനം എടുത്ത് ജീവിക്കലാണോ നബിയെ? നല്ല വീടുണ്ടാക്കലും നല്ല ഭക്ഷണം കഴിക്കലും ആണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമല്ല അഹങ്കാരം. നബി പറഞ്ഞു അതൊക്കെ അവനവനുള്ള മാതിരി ആ ആർഭാടവും സുഖത്തിലൊക്കെ ജീവിച്ചോട്ടെ ഹലാലായ മാർഗത്തിൽ, അതൊന്നും അഹങ്കാരമല്ല. പിന്നെന്താ? അൽ കിബ്റു ബത്റുൽ ഹഖ്, ഒരു കാര്യം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ അവഗണിക്കുക എന്നുള്ളതാണ് അഹങ്കാരം. ഓ അബ്തുന്നാസ്, ജനങ്ങളൊക്കെ വിവരമില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഒന്നും അറിയില്ല, ഞാനാണ് ഞാൻ എന്ന് പറയുന്ന ആ ഞാൻ എന്ന മനോഭാവവും സത്യത്തിനോടുള്ള അവഗണനയും, അതാണ് അഹങ്കാരം. ഈ അഹങ്കാരത്തോടു കൂടിയാണ് ഒരാളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുന്നതെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 2 അദ്ദൈൻ, കടം. ആബിദാണ്, മുഹ്സിനാണ്, മുത്തഖിയാണ്, മുസ്ലിമാണ്, മുഅ്മിനാണ്, എല്ലാ നിലക്കും നന്നായി ജീവിക്കുന്ന ആളാണ്. എന്നിട്ടും കടം വാങ്ങി അത് ബാക്കി വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ആ കടാണ് വീട്ടിയിട്ട് ബാക്കിന്റെ കാര്യങ്ങൾ നിവർത്തിച്ചാൽ മതി എന്ന് ചിന്തിക്കാതെ എന്റെ കാര്യം കഴിയണം, പിന്നെ വെറുതെ ബാക്കി സമ്പത്ത് വെറുതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ കടം വീട്ടിക്കോളാം എന്ന് പറയുന്ന മനോഭാവം, അങ്ങനെയുള്ള കടക്കാരെ പറ്റിയാണ് നബി പറഞ്ഞത്, ആ കടക്കാരന് സ്വർഗമില്ല. അപ്പൊ അഹങ്കാരി, കടക്കാരൻ. 3-ാമത്തെ ആളാരാണ്? 3-ാമത്തെ ആള് അൽ ഗുലൂൽ, പൊതുസ്വത്ത് മോഷ്ടിക്കുന്നവർ. അൽ ഗുലൂൽ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഗുലൂൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തില് ശത്രുക്കള് എല്ലാവരും കൂടി ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്ന സന്ദർഭം വരുമ്പോ ശത്രുക്കൾ ഇട്ടെറിഞ്ഞു പോകും കുറെ സമ്പത്ത്, അവരെ അങ്കിയും ആയുധവും എല്ലാ ചെറിയ സാധനങ്ങളും വലിയ സാധനങ്ങളും എല്ലാം വിട്ടെറിഞ്ഞു പോകും. അതിൽ ചില ആളുകൾക്ക് ആവശ്യമുള്ളത് ഒരു സൂചിയായിരിക്കും, ഒരു നൂലായിരിക്കും, ചിലപ്പോ ഒരു ചെരുപ്പായിരിക്കും, ചിലപ്പോ ഒട്ടകത്തിനെ കെട്ടുന്ന ഒരു കയറായിരിക്കും. അത് പൊതുസ്വത്താണല്ലോ, എല്ലാ പടയാളികൾക്കും ഭാഗിച്ചു കൊടുക്കാനുള്ള ഗനീമത്താണ്, ആവശ്യമുള്ളത് എടുക്കും. അത് നബി പറഞ്ഞു ഗുലൂലാണ്, പാടില്ല. അപ്പൊ പൊതുസ്വത്ത്, അന്നത്തെ പൊതുസ്വത്ത് അത്രയൊക്കെ ഉണ്ടാവും. നബി പറഞ്ഞിട്ടുണ്ട് ഒരു നൂലോ സൂചിയോ പോലും പൊതുസ്വത്ത് ഒരാൾ എടുത്താൽ അവന് സ്വർഗമില്ല. നമ്മുടെ കാലത്തെ പൊതുസ്വത്ത് പറഞ്ഞാൽ ധാരാളമാണ്. നമ്മളെ പബ്ലിക് വാട്ടർ ടാപ്പിലെ വെള്ളമടക്കം പൊതുസ്വത്താണ്, ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. നമ്മളെ വഴികൾ പൊതുസ്വത്താണ്, അവിടെ നമ്മളെ ചപ്പും ചവറും കൊണ്ടുപോയിട്ടിട്ട് ആർക്കെങ്കിലും ദുർഗന്ധം വമിച്ചോട്ടെ എനിക്കുണ്ടാവരുത് എന്ന് പറയാൻ പാടില്ല, പൊതുസ്വത്താണ്. എല്ലാം പൊതുസ്വത്താണ്. നമ്മുടെ രാജ്യത്തിന്റെ ഓരോ മണ്ണും പൊതുസ്വത്താണ്, സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുപോലെ സർക്കാർ തരുന്ന ശമ്പളം, തൊഴിലാളിക്ക് കൂലി കിട്ടുന്ന കൂലി, അതൊക്കെ പൊതുസ്വത്താണ്. അത് ജോലി ചെയ്തിട്ടേ വാങ്ങാവൂ. ഗുലൂൽ, ഈ ഗുലൂല് ആരെങ്കിലും അങ്ങനെ ജീവിച്ചാൽ കിബർ, ദൈന്, ഗുലൂൽ, സ്വർഗമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു വചനം. അപ്പൊ അതാണ് നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻഹു. ഒരു സത്യവിശ്വാസിയുടെ നഫ്സ് അവന്റെ കടവുമായി ബന്ധപ്പെട്ടതാണ്. ഹത്താ യുഖ്ളാ അൻഹു, അത് വീട്ടപ്പെടുന്നത് വരെ അത് കടവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബൈത്തുൽ മാലിന് സമ്പത്തൊക്കെ ഉണ്ടായി, വലിയ ഇസ്ലാമിക സാമ്രാജ്യം, മദീന സാമ്രാജ്യം സമ്പന്നമായി. കാരണം സക്കാത്ത്, എല്ലാ ഭാഗത്തു നിന്നും സക്കാത്ത് വന്നു. ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുന്നവർ കൂടി വാങ്ങുന്നവർ കുറയുന്ന ഒരവസ്ഥ വന്നു. സക്കാത്ത് നമ്മൾ കൃത്യമായി നടപ്പാക്കുകയാണെങ്കിൽ കൊടുക്കുന്നവർ നിലനിൽക്കും, വാങ്ങുന്നവർ കുറയും. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ? മൻ തറക മാലൻ ഫലിവറസതിഹി വമൻ തറക ദൈനൻ ഔ അയാലൻ ഫഇലയ്യ വഅലയ്യ. ആരെങ്കിലും മരിക്കുമ്പോ സമ്പത്ത് വെച്ച് മരിക്കുകയാണെങ്കിൽ അനന്തരാവകാശികൾ വീതിച്ചു കൊടുത്തോളി, അത് അവരുടെ മുതലാണ്, അവർക്ക് അർഹതപ്പെട്ടതാണ്. വമൻ തറക ദൈനൻ ഔ അയാലൻ, ആരെങ്കിലും മരിക്കുമ്പോൾ കടം വെച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, ഔ ഇയാലൻ, അല്ലെങ്കിൽ കുഞ്ഞു മക്കളും ഭാര്യമാരും അനാഥകളും അഗതികളുമായിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അവരെ പോറ്റുന്ന കാര്യത്തിൽ നിങ്ങൾ ആരും പ്രയാസപ്പെടേണ്ടതില്ല. ഫഇലയ്യ, എന്നോട് പറയുക, അവന്റെ കടം ഞാൻ വീട്ടും. ആ കുടുംബത്തിലെ പൗരന്മാരുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കും. അലയ്യ, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതെങ്ങനെ?
അത് ബൈത്തുൽ മാലിന് ഞാൻ കൊടുക്കും. അതിനാണ് ബൈത്തുൽ മാലും അതിന്റെ ഒരു സംരക്ഷകനായ ജനങ്ങളുടെ അമീറായ പ്രവാചകനും. അപ്പൊ അങ്ങനെ സംരക്ഷണം നൽകി പിൽക്കാലത്ത് സഹോദരന്മാരെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യത. എന്നാലോ കടം വാങ്ങേണ്ടി വരിക എന്നത് മനുഷ്യന്റെ നിർബന്ധ കാര്യമാണ്. നമ്മൾ കൊടുക്കണം. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു ഒരു അടിമ അവന്റെ സഹോദരനെ ഏതെങ്കിലും നിലക്ക് സഹായിച്ചാൽ, അത് കടം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ധർമ്മം കൊടുത്തിട്ടോ നല്ല വാക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റു സഹായങ്ങൾ എന്ത് ചെയ്താലും അള്ളാഹു അവന്റെ സഹായത്തിനുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരലോകത്തുണ്ടാകുന്ന ഒരു സംഭവം നബി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു മനുഷ്യൻ മരിക്കുന്നു. അദ്ദേഹത്തെ മലക്കുകളുടെ മുമ്പിൽ വെച്ച് മലക്കുകളോട് അള്ളാഹു പറയുന്നു, അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ആ രേഖ ഒന്ന് കാണിച്ചു തരൂ. നമ്മളെ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ രേഖ അള്ളാഹു തആല ചോദിക്കുന്നു. അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല, എന്നാലും അങ്ങനെയാണല്ലോ നടപടിച്ചട്ടം. മലക്കുകൾ പറയുന്നു, അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങളിൽ കാര്യമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല, കാര്യമായിട്ട് ഒന്നും ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നീ എന്തെങ്കിലും നന്മ ചെയ്തു? ഞാൻ അത്രയൊന്നും വലിയ നന്മയൊന്നും ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ പോലെ ശുഹദാക്കളെ സാലിഹീങ്ങളെ പോലെ പഠിച്ചോനെ അത്രയൊന്നും നന്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നു, ഞാൻ സമ്പന്നനായിരുന്നു. കഷ്ടപ്പെടുന്ന മനുഷ്യന്മാര് കടം ചോദിച്ചാൽ ഞാൻ കൊടുക്കുമായിരുന്നു. അവരവധി വെച്ച് കടം കൊടുക്കും. ആ അവധിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവധി നീട്ടിക്കൊടുക്കും, അതിനൊന്നും ഏറെ വാങ്ങൂല. ഇനി തീരും കഴിയാത്ത ആളുകൾക്ക് ഞാൻ വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല ഇടപെടുകയാണ്. മലക്കുകളെ, യാ മലായികത്തി, എന്റെ മലക്കുകളെ, വിട്ടുകൊടുക്കാൻ അർഹൻ ഞാനാണ്. മനുഷ്യന്മാർക്ക് അന അഹഖു ബിദാ മിൻക, നിന്നെക്കാളും ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് വിട്ടുകൊടുക്കാനും അവന് മാപ്പ് ചെയ്തു കൊടുക്കാനും അവന് സഹായം ചെയ്തു കൊടുക്കാനും ഞാനാണ്, റബ്ബാണ് അർഹൻ. നീ ജനങ്ങൾക്ക്, പാവങ്ങളായ മനുഷ്യന്മാർക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നോടും ഞാനിതാ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ജന്റെ അടിമകൾക്ക് വിട്ടുവീഴ്ച ചെയ്തവനേക്കാളും അടിമയായ നിനക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ അർഹത എനിക്കുണ്ട്. നീ അമലുകളൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ആ ഒരു നന്മ കൊണ്ട് ഒരു മനുഷ്യന്മാർക്ക് കടം കൊടുത്ത് അതിലവന് അവധി നീട്ടി ചിലപ്പൊക്കെ വിട്ടുകൊടുത്തിട്ട് ഞാൻ നീ ചെയ്തതിന് നിന്റെ പാപങ്ങളൊക്കെ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതായി പരലോകത്ത് വരുന്ന ഒരു സംഭവം നബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു മുഅ്മിനിന്റെ പ്രയാസങ്ങൾ ഒരാള് തീർത്തു കൊടുത്താൽ ഖിയാമത്ത് നാളിൽ, ദുനിയാവിൽ തീർത്തു കൊടുത്താൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവന്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കും എന്നും ഖിയാമത്ത് നാളുടെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് ആശ്വാസം നൽകട്ടെ, അല്ലെങ്കിൽ അവന്റെ കടങ്ങളൊക്കെ വിട്ടുകൊടുക്കട്ടെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചു തരുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരം ഒക്കെ ജീവിതത്തിലെ നന്മയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും നല്ലതിനും ആർഭാടത്തിനും സുഖത്തിനും വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന ആ തരത്തിലുള്ള കടബാധ്യതകൾ പലപ്പോഴും സൂക്ഷിക്കുക, ഉള്ളത് കൊണ്ട് ജീവിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അപ്പോൾ അതിന്റെ ആ ഒരു ഗൗരവം കൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല പ്രാർത്ഥനകളിലും കടത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് നബി പ്രാർത്ഥിച്ചതായിട്ട് കാണാം. അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി മിൻ ഫദ്ലിക ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, ഹറാമിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണം,
ഹലാല് കൊണ്ട് ജീവിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം. നിന്റെ മഹത്തായ ഫളിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന്, മറ്റുള്ളവരോട് യാചിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരോട് കടം ചോദിക്കുന്നതിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണം എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, 6000-ൽ പരം ആയത്തുകളിൽ ഏറ്റവും നീളമുള്ള ആയത്ത് ഏതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ദൈൻ, കടം വാങ്ങുന്നതിന്റെ ഗൗരവം, ആ വാങ്ങുമ്പോൾ അത് രേഖപ്പെടുത്തുന്നതിന്റെ ഗൗരവം, ആ തരവുമായി കടമിടപാടുകളെ പറ്റിയാണ് ഖുർആൻ. നീണ്ട ചെറിയ ആയത്തുകളുണ്ട് ഖുർആൻ. ഖാഫ്, നൂൻ, ഒരക്ഷരം കൊണ്ട് ഒരായത്ത് അവസാനിക്കും. എന്നാൽ ഏറ്റവും നീണ്ട, ഒരു പേജിലധികം നീണ്ടു നിൽക്കുന്ന നീണ്ട ആയത്ത് കടബാധ്യതകളെ പറ്റി. അതുകൊണ്ട് ജീവിതത്തിൽ സുഖവും സന്തോഷവും കിട്ടിയതിന്റെ അപ്പുറം, വരുമാനത്തിന്റെ അപ്പുറം ചെലവും ഒക്കെയുള്ള നമ്മൾ ഈ വിഷയത്തിൽ ഗൗരവതരമായി എടുക്കണം. എങ്കിലേ നമുക്ക് ജീവിതത്തിൽ സത്യത്തിന്റെ പക്ഷത്തിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ആ ഒരു കാര്യം നമ്മൾ ബോധ്യപ്പെടണം. നമ്മളതനുസരിച്ച് ജീവിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. 2 കാര്യം കൂടി പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ പാവങ്ങളായ ആളുകളെ സഹായിക്കാനുള്ള റിലീഫിന്റെ ദിവസമാണ്. മാസത്തിലൊരിക്കൽ നിങ്ങളെല്ലാവരും അവിടെയുള്ള പെട്ടിയിലോ ബക്കറ്റിലോ നിങ്ങളെ സഹായം നൽകണം, ഉള്ളത് സഹായിക്കണം എന്നാണ്. 2ാമത്തെ കാര്യം, നമ്മുടെ അടുത്ത നാട്ടുകാരനായ ഒരു സഹോദരൻ കുറെ കാലം പള്ളിയിൽ അങ്ങനെ ഖാദിമായി ജീവിച്ച് പിന്നെ നിവൃത്തിയില്ല, ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരു സഹോദരൻ ഇവിടെ ഉണ്ട്. നേരത്തെ വന്ന ആളാണ്. അദ്ദേഹത്തിന് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടാകും. നിങ്ങളെല്ലാവരും കഴിയുന്ന സഹായം അദ്ദേഹത്തിന്റെ കുടുംബം പോറ്റാനുള്ള മാർഗത്തിൽ നിന്ന് നൽകണം എന്ന് കൂടി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നല്ലത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള, നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ രോഗികളായി. നമ്മളിൽ ജീവിതം ഒരുപക്ഷെ ഒരു കൂട്ടുജീവിതം അവസാനിപ്പിച്ച് കിടക്കപ്പായിൽ കിടക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ സഹോദര സഹോദരികൾക്ക് ഒക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരന്തങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات برحمتك يا رب.